അവൾ വലതുകാൽ വെച്ച് കയറിയത് ഈ കുടുംബത്തിലേക്ക് മാത്രമല്ല, ഞങ്ങളുടെ ഓരോ ഹൃദയങ്ങളിലേക്ക് കൂടിയാണ്. അവളുടെ പുഞ്ചിരിയിൽ വിരിഞ്ഞത് സ്നേഹത്തിന്റെ പൂക്കാലം തന്നെയാണ്. കൈപുണ്യത്തിന്റെ മറ്റൊരു പേരും അവൾ തന്നെ. ജീവിതം ഇത്രയും സുന്ദരമാണെന്നറിഞ്ഞതും അവളിലൂടെ തന്നെയാണ്. ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈങ് യുവർ ലൈഫ്. പ്രകൃതിയെയും പരിസ്ഥിതിയെയും കൂടുതൽ അറിയുന്നതിനും സംരക്ഷിക്കുന്നതിനും വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ശ്രീമന് നാരായണന്റെ കർമ്മ പദ്ധതിയായ വൃക്ഷപരിപാലന യജ്ഞത്തിന് തുടക്കം കുറിച്ചു. ഫലവൃക്ഷ തൈകളുമായി സ്കൂളുകളിലേക്ക് തിരിക്കുന്ന വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം സാഹിത്യകാരൻ സേതു നിർവഹിച്ചു. ഫലവൃക്ഷ തൈകൾ നട്ടാൽ മാത്രം പോരാ, സംരക്ഷണവും ഉറപ്പുവരുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് നടലല്ല, പരിപാലിക്കാണ് പ്രധാനം. അടുത്ത കൊല്ലം പോകുന്നു എന്ന് പറയുന്നത് വളരെ നല്ല കാര്യം. അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിൽ നിന്ന് പഠിക്കാൻ പറ്റും ഏത് സ്കൂളിൽ. കാരണം ഇതിനൊക്കെ ഏതെങ്കിലും മാഷന്മാരോ അല്ലെങ്കിൽ HM സൂപ്പർവിഷൻ കാണുമല്ലോ. അപ്പോൾ വാസ്തവത്തിൽ ഫലവൃക്ഷങ്ങളായാലും പൂച്ചെടികളായാലും ആരോഗ്യ പ്രോത്സാഹനപ്പെട്ട ചെടിയാണ്. അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യമാണ്. ഒരു വിദ്യാലയത്തിൽ 10 ഫലവൃക്ഷ തൈകളും ഒരു ആര്യവേപ്പും വീതം ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ നടുന്നതിനായി 100 സ്കൂളുകളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ഇത്. ഓരോ വർഷവും വിദ്യാലയങ്ങളിൽ നിരീക്ഷണം നടത്തി ഏറ്റവും നന്നായി തൈകൾ പരിപാലിക്കുന്ന സ്കൂളിന് 15,000 രൂപയുടെ ഗാന്ധി സാഹിത്യകൃതികൾ സമ്മാനമായി നൽകുമെന്നും ശ്രീമന് നാരായണൻ പറഞ്ഞു. നട്ടാൽ മാത്രം പോരാ, പരിപാലിച്ചു വളർത്തണം. ഈ യജ്ഞം ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ ഓരോ സ്കൂളിലും നിരീക്ഷണം നടത്തും. അതിൻ്റെ പരിപാലനം എങ്ങനെയുണ്ട്, അതിൻ്റെ അതിജീവനം എങ്ങനെയുണ്ട്, എല്ലാ തൈകളും വളർന്നോ, എന്തോരമായി, അതിൻ്റെ പരിചരണം നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ, ഇതെല്ലാം നിരീക്ഷിക്കാനായിട്ട് നമ്മൾ എല്ലാ സ്കൂളുകളിലും പോകും. അങ്ങനെ ഏറ്റവും മികച്ച പരിപാലനം നടത്തുന്നവർക്ക് നമ്മൾ 15,000 രൂപയുടെ ഗാന്ധി സാഹിത്യ കൃതികൾ ഓരോ വർഷവും നൽകും. കഴിഞ്ഞ 8 വൃക്ഷയജ്ഞങ്ങളിലായി 4 ലക്ഷം വൃക്ഷത്തൈകൾ സംസ്ഥാനത്ത് ശ്രീമന് നാരായണൻ വിതരണം ചെയ്തിട്ടുണ്ട്. സാഹിത്യകാരൻ സേതുവിന്റെ വീട്ടിൽ നടന്ന ചടങ്ങിൽ കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. പ്രകൃതിയെ സംരക്ഷിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള ബാലപാഠം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നത്. അങ്ങനെ പ്രകൃതിക്ക് ഗുണകരമായിട്ട് വരും തലമുറയെ വളർത്തിയെടുക്കുന്നതിനുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പദ്ധതിയാണ് നാരായണൻ ചേട്ടൻ അവതരിപ്പിക്കുന്നത്. ശശിധരൻ കല്ലേലിൽ, VK ഷാനവാസ്, ഡോക്ടർ സുന്ദരം വേലായുധൻ, KS പ്രകാശ, OB ലീന, സിബി അഗസ്റ്റിൻ, PH സാബു, മുഹമ്മദ് അലി, KJ സെബാസ്റ്റ്യൻ, HC രവീന്ദ്രൻ, അമൃത പ്രീതം, ബാബുരാജ് ഹരിശ്രീ, KP മുകുന്ദൻ, ജ്യോതി ഗോപകുമാർ, BS നീലകണ്ഠൻ, രവി നായർ, സന്തോഷ് ആലുവ, P സജീവ, മോഹനൻ പൂനേലിൽ, സജീവൻ തത്തയിൽ, NR ഹരീന്ദ്രൻ നായർ, E സുരേന്ദ്രൻ തുടങ്ങിയവരും സംസാരിച്ചു. Bobby Chamanur International Jeweler.